ഹലോ ഫ്രണ്ട്സ്, ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ദുബായിൽ ജോലി ആഗ്രഹിക്കുന്ന യുവതിയുവാക്കൾക്കായി അൽസലാം കമ്മ്യൂണിറ്റി സ്കൂളിൽ വന്ന വാക്കൻസികളെ കുറിച്ചാണ്. ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുപോലെ തുടർന്നും ഇതുപോലുള്ള തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അൽസലാം കമ്മ്യൂണിറ്റി സ്കൂളിൽ ഏതൊക്കെ വാക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, വിദ്യാഭ്യാസ യോഗ്യത, എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയ വിവരങ്ങൾ നോക്കാം. ദുബായിലെ അൽസലാം കമ്മ്യൂണിറ്റി സ്കൂളിലാണ് ഇപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റായി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക. ഓൺലൈൻ വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇനി നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് KS1 ക്ലാസ് ടീച്ചറാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് ഹെഡ് ഓഫ് അറബിക്. അടുത്ത പോസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടിംഗ് ഓർ STM ടീച്ചർ ഓഫ് സെക്കൻഡറി ആണ് വരുന്നത്. ഇനി നമുക്ക് ഈ പോസ്റ്റിലേക്ക് വരുന്ന യോഗ്യതകൾ നോക്കാം. KS1 ക്ലാസ് ടീച്ചർമാരുടെ യോഗ്യതകളായി വരുന്നത് UK പാഠ്യ പദ്ധതിയെക്കുറിച്ച് അറിവുണ്ടായിരിക്കുകയും ആകർഷവും സംവേദനാത്മകവുമായ പാഠങ്ങൾ നൽകുവാൻ കഴിയുകയും വേണം. കൂടാതെ വിദ്യാർത്ഥികളുടെ പുരോഗതി ആസൂത്രണം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും കഴിവുള്ളവർ ആയിരിക്കണം. അടുത്ത പോസ്റ്റ് വരുന്നത് ഹെഡ് ഓഫ് അറബിക്കാണ്. യോഗ്യതകളായി വരുന്നത് ദ്വിതീയ തലത്തിൽ ഭാഷ പഠിപ്പിക്കുന്നതിനും വിപുലമായ അനുഭവമുള്ള ഒരു പ്രാദേശിക അറബി സംസാരിക്കുന്നയാളുമായിരിക്കണം. കൂടാതെ മികച്ച നേതൃത്വവും മാനേജ്മെൻറ്റ് വൈവിധ്യവും UK പാഠ്യപദ്ധതിയെക്കുറിച്ച് ധാരണയും ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടിംഗ് ഓർ STEM ടീച്ചർ പോസ്റ്റിലേക്കാണ്. ഈ പോസ്റ്റിലേക്ക് യോഗ്യതകളായി വരുന്നത് ഏറ്റവും പുതിയ സാങ്കേതിക പ്രവണതകളെക്കുറിച്ച് അറിവുണ്ടായിരിക്കുകയും ആകർഷകവും സംവേദനാത്മകവുമായ പാഠങ്ങൾ നൽകുവാൻ കഴിയുകയും വേണം. കൂടാതെ വിദ്യാർത്ഥികളുടെ പുരോഗതി ആസൂത്രണം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും കഴിവുള്ളവർ ആയിരിക്കണം. ഈ പോസ്റ്റിലേക്ക് ആവശ്യമായി വരുന്ന രേഖകൾ കംപ്ലീറ്റായി ഫിൽ ചെയ്ത ആപ്ലിക്കേഷൻ ഫോം, പാസ്പോർട്ടിൻ്റെ കോപ്പി, ഫോട്ടോഗ്രാഫ്, CV തുടങ്ങിയവയാണ് രേഖകളായി വരുന്നത്. ഇനി നമുക്ക് ഈ പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം. ഇമെയിൽ വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട ഇമെയിൽ അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. തുടർന്നും ഇതുപോലുള്ള തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.